ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിന് വേണ്ടിയുള്ള പഠന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്ത് കർത്തൃ പ്രാർത്ഥനയ്ക്കും തുടർന്നുള്ള പുരോഹിത പ്രാർത്ഥനയ്ക്കും ശേഷം മർമീസ സങ്കീർത്തനമാല ആലപിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നു. സ്തുതികൾ ഉയർത്തുക എന്നതാണ് മർമീസ എന്ന പദത്തിൻ്റെ അർത്ഥം. ദൈവാരാധനയിൽ ധാരാളമായി സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്ന യഹൂദ ആരാധനക്രമത്തിൻ്റെ മാതൃകയിൽ നിന്നാണ് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമത്തിലും സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്ന പതിവ് ആരംഭിക്കുന്നത്. ഈശോയും ഈശോയുടെ മാതൃകയനുസരിച്ച് ശ്ലീഹന്മാരും ആദിമ ക്രൈസ്തവരും സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഈ പതിവ് പിന്തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലും സങ്കീർത്തനങ്ങൾ ചേർക്കപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിലെ 150 സങ്കീർത്തനങ്ങളെ 1 മുതൽ 4 വരെ സങ്കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന 60 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഓരോ ഗണത്തെയും സൂചിപ്പിക്കാൻ മർമീസ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ആയതിനാൽ സങ്കീർത്തനങ്ങളുടെ ഗണം എന്നും മർമീസായ്ക്ക് അർത്ഥമുണ്ട്. നമ്മുടെ സഭയുടെ യാമപ്രാർത്ഥനകളിൽ ഈ 60 മർമീസാകളും പൂർണ്ണമായും ഉപയോഗിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ ഉപയോഗിക്കുന്നത് 3 സങ്കീർത്തനങ്ങൾ അടങ്ങിയ മർമീസായാണ്. കുർബാനയുടെ പൊതു കർമ്മക്രമത്തിൽ നൽകിയിരിക്കുന്നത് 144, 145, 146 സങ്കീർത്തനങ്ങൾ ചേർന്ന 59-ാം മർമീസായാണ്. ഇതിനോട് ശുഹലാപ്പ എന്ന് വിളിക്കപ്പെടുന്ന സങ്കീർത്തന ഭാഗം കൂട്ടിച്ചേർത്തിരിക്കുന്നു. തുടർന്ന് ത്രിത്വസ്തുതിയോടെ മർമീസ അവസാനിക്കുന്നു. ഇതുകൂടാതെ ഓരോ ആരാധനവത്സര കാലത്തിനും തിരുനാളുകൾക്കും അനുയോജ്യമായ മർമീസാകൾ കുർബാന തക്സായിലെ പ്രോപ്രിയയിൽ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ദനഹാക്കാലത്ത് ഉപയോഗിക്കുന്നത് 96, 97, 98 സങ്കീർത്തനങ്ങൾ ചേർന്ന 38-ാം മർമീസായാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മർമീസായിൽ ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും നൽകാതെ 38-ാം മർമീസായിൽ ഉൾപ്പെടുന്ന ഓരോ സങ്കീർത്തനത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മർമീസ ക്രമീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈശോ മിശിഹായിൽ പൂർത്തിയായ രക്ഷാപദ്ധതിയുടെ പഴയ നിയമ പശ്ചാത്തലമാണല്ലോ സങ്കീർത്തനങ്ങളുടെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് മർമീസ രക്ഷാകര ചരിത്രത്തിൻ്റെ പഴയ നിയമ കാലഘട്ടം അനുസ്മരിപ്പിക്കുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അതിനാൽ വിശുദ്ധ കുർബാനയിൽ മർമീസ ആലപിക്കുമ്പോൾ രക്ഷകനായ മിശിഹായ്ക്ക് വേണ്ടിയുള്ള പഴയ നിയമ കാത്തിരിപ്പിനെയാണ് സഭ ഓർക്കുന്നത്. ഈശോ പഴയ നിയമ സാഹചര്യങ്ങൾക്ക് വിധേയമായി ജീവിച്ച കാലം, അതായത് അവിടുത്തെ രഹസ്യ ജീവിതകാലത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. പൗരസ്ത്യ സുറിയാനി കുർബാന വ്യാഖ്യാതാക്കൾ വിശുദ്ധ കുർബാനയിലെ സങ്കീർത്തനങ്ങളുടെ ഉപയോഗത്തെപ്പറ്റി പ്രസ്താവിക്കുന്നുണ്ട്. 3 സങ്കീർത്തനങ്ങളുള്ള മർമീസ കുർബാനയിൽ ഉപയോഗിക്കുന്നതിനെപ്പറ്റി ഗബ്രിയേൽ ഖത്രായ ഇങ്ങനെ പറയുന്നു: മർമീസ 3 സങ്കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് മിശിഹ എന്ന നാമം അഭിഷേകം ചെയ്ത പിതാവിനെയും അഭിഷിക്തനായ പുത്രനെയും അഭിഷേക തൈലത്തിൻ്റെ ധർമ്മം നിർവഹിച്ച പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കാനാണ്. കൂടാതെ മനുഷ്യനായി അവതരിച്ച കർത്താവ് മറ്റ് മനുഷ്യരെ പോലെ ആത്മാവിലും ശരീരത്തിലും ബുദ്ധിയിലും പൂർണ്ണതയുള്ളവനാണ് എന്ന കാര്യവും 3 സങ്കീർത്തനങ്ങൾ ചേർന്ന് ഒരു മർമീസ രൂപീകരിക്കപ്പെടുന്നത് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, ഒരു മർമീസായിലെ 3 സങ്കീർത്തനങ്ങൾ ഈശോ പൂർവികരുടെ നിയമസംഹിതയിലെ 3 തരത്തിലുള്ള നിയമങ്ങളുടെ അനുസരണം, അതായത് സ്വാഭാവിക നിയമങ്ങൾ, ക്രിയാത്മക നിയമങ്ങൾ, എഴുതപ്പെട്ട നിയമങ്ങൾ എന്നിവയുടെ അനുസരണം പൂർത്തിയാക്കിക്കൊണ്ട് ജീവിച്ച 3 പതിറ്റാണ്ടുകളെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇതര വ്യാഖ്യാതാക്കളായ അബ്രാഹം ബർലീഫായും യോഹന്നാൻ ബർസോബിയും ഇതേ വ്യാഖ്യാനം തന്നെ മർമീസായ്ക്ക് നൽകുന്നുണ്ട്. മാർ അബ്ദീഷോ നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്: രഹസ്യങ്ങളുടെ ആരംഭത്തിൽ 3 സങ്കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മർമീസ ചൊല്ലുന്നത് ഏകദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന ഏകയാളിൽ മനുഷ്യ ദൈവ സ്വഭാവങ്ങൾ യോജിച്ചിരിക്കുന്നുവെന്നും അത് നിഗൂഢമായി അർത്ഥമാക്കുന്നു. ഒരു മർമീസ മിശിഹായെയും അതിലെ 3 സങ്കീർത്തനങ്ങൾ അവിടുത്തെ ആത്മാവിലും ശരീരത്തിലും ബുദ്ധിയിലുമുള്ള പരിപൂർണതയെയും വെളിപ്പെടുത്തുന്നു. സൃഷ്ടി, മനുഷ്യപതനം, ദൈവിക വാഗ്ദാനം എന്നിവ വിവരിക്കുന്ന പഴയ നിയമത്തെയാണ് മർമീസ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് 9-ാം നൂറ്റാണ്ടിലെ അജ്ഞാത ഗ്രന്ഥകാരൻ സമർത്ഥിക്കുന്നു. മർമീസായുടെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ശുഹലാപ്പ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം യോഹന്നാൻ മാംദാന പഴയ നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നുവെന്ന് തിമോത്തി 2 അഭിപ്രായപ്പെടുന്നു.
അജ്ഞാത ഗ്രന്ഥകാരൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ശുഹലാപ്പ സ്നാപക യോഹന്നാൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നു. ഗബ്രിയേൽ ഗത്രായിയുടെ വാക്കുകളിൽ മർമീസായുടെ അവസാനത്തിൽ തൃത്വസ്തുതി പാടുന്നത് നമ്മുടെ കർത്താവിൻ്റെ മാമോദീസായുടെ അവസരത്തിൽ തൃത്വത്തിൻ്റെ ആളുകൾ മർത്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, യഹൂദരുടെ പ്രാർത്ഥനാ ഗീതങ്ങളായ സങ്കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മർമീസ വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്നതിലൂടെ രക്ഷാകര ചരിത്രത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തെയും രക്ഷകന് വേണ്ടിയുള്ള പഴയ നിയമ ജനതയുടെ കാത്തിരിപ്പിനെയും ഈശോയുടെ രഹസ്യ ജീവിതകാലത്തെയും ഈശോയ്ക്ക് വഴിയൊരുക്കിയ യോഹന്നാൻ മാംദാനിയുടെ വരവിനെയും നാം ഓർക്കുന്നു.